ഇങ്ങനത്തെ ഒരു തിരക്ക് നമ്മുടെ സർക്കാരിന്റെ ബീവറേജ് കഴിഞ്ഞാൽ പിന്നെ നേരെ വരുന്നത് നമ്മുടെ മുനിസിപ്പലിലെ ജോസേട്ടന്റെ സർബത്ത് കടയിലാണ്. കാരണം ഇവിടുത്തെ സർബത്ത് കുടിക്കാനായിട്ട് ഏത് മുക്കിന്ന് മൂലന്ന് ആൾക്കാർ വരണമെന്നൊന്നും എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അത്ര അധികം ഫാൻസ് ആണ് ഇവിടുത്തെ ഒരു സർബത്ത്. മെയിൻ ആയിട്ട് നമ്മുടെ സോഡ സർബത്തിന്റെ ഏതെങ്കിലും ഒരു തൃശ്ശൂർക്കാരൻ ഇതിലെ പോകണമെങ്കിൽ വെള്ളം നയിക്കാൻ വിശ്വസിച്ച് നിങ്ങളുടെ ദാഹമൊക്കെ മാറുന്നു വിചാരിച്ചിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് നമ്മുടെ ജോസേട്ടന്റെ സർബത്ത് കട. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ജസ്റ്റ് ഞാനൊരു ക്ലിപ്പ് മാത്രം ഇട്ടുണ്ടായിരുന്നുള്ള എന്തുട്ട സംഭവം ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൽ എനിക്കൊരു കമന്റ് കാണാൻ പറ്റി, അവിടുത്തെ ഐസ് മീനിടുന്ന ഐസാണ്. എന്നാൽ ഒരിക്കലല്ലാടാ, നിങ്ങൾ ആ ജസ്റ്റ് ആ ഐസിന്റെ കളർ നോക്കിയാൽ മനസ്സിലാവും ഫിൽറ്റർ ചെയ്ത വെള്ളം. കാരണം മീനിന്റെ ഐസിൽ നമുക്ക് വെള്ള നിറത്തിലാണ്. ഈ ഐസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, ട്രാൻസ്പെറന്റ് ആയിട്ടാണ്. കോമൺ സെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം. പിന്നെ വീഡിയോ കാണുന്ന ആൾക്കാരും അവിടെ നിൽക്കുന്ന ആൾക്കാരും ഒരുപോലെ ചിന്തിക്കുന്ന ഒരു സംഭവം, ഈ ഈച്ചപ്പാറ സർബത്തൊക്കെയാണ് ആൾക്കാർ കൊടുക്കുന്നത്. എന്നാൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് സാധാ ഈച്ചല്ല, തേനീച്ചയാണ്. അപ്പൊ ആ സർബത്തിന്റെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. അങ്ങനെ അതും കഴിഞ്ഞ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ ഒരു BT Cashന്റെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ചെറിയൊരു ക്ലാസ് സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പേൾ റീജൻസിലാണ് ഞാൻ വന്നത്. അപ്പൊ അവിടുത്തെ ആദ്യത്തെ ബ്രേക്കിന് കോഫിയും പഴംപൊരിയും, പിന്നെ ലഞ്ച് ടൈം ആയപ്പോൾ അവിടെ ഒരു ബൊഫെ തന്നെ ഉണ്ടായിരുന്നു. കഴിച്ച് ഒരു ഐസ്ക്രീമും കഴിച്ച് അവിടെ നിന്ന് പിരിഞ്ഞിട്ടാ.